നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. വരാന്ത പണ്ടുകാലങ്ങളിലുള്ള കെട്ടിടങ്ങളിൽ അഭിവാജ്യ ഘടകമായിരുന്നു വരാന്ത. വീടുകളിലാകട്ടെ, സ്കൂളുകളിലാകട്ടെ, ഓഫീസ് മന്ദിരങ്ങളിലാകട്ടെ, മുൻവശത്തായി അല്ലെങ്കിൽ ഒരു വശത്തായി ഒരു വരാന്തയുണ്ടാകും. സ്കൂളുകളിലൊക്കെ നീളൻ വരാന്തയാണ്. വീടുകളിലാകട്ടെ ചതുരാകൃതിയിലുള്ള വരാന്തയായിരിക്കും. അതുപോലെ വശങ്ങളിൽ നീളത്തിലുള്ള ഒരു വരാന്തയായിരിക്കും ഓഫീസ് മന്ദിരങ്ങളിൽ. ഈ വരാന്തകളുടെ ഒരു ഭിത്തി മാത്രം കെട്ടിടത്തിനോട് ചേർന്നും ബാക്കി ഉള്ള ഭാഗത്ത് ഭിത്തി ഉണ്ടാകില്ല, വെറുതെ അരഭിത്തി ആയിരിക്കും. ഈ വരാന്തകളൊക്കെ തന്നെ ആളുകൾക്ക് കൂട്ടം കൂടിയിരുന്ന് അരഭിത്തിയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വരാന്തകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കാകട്ടെ പഠന സമയം കഴിഞ്ഞുള്ള സമയം വരാന്തകളിൽ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടാകും. ഇന്നത്തെ വിശേഷം അങ്ങനെ ഒരു വരാന്തയെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ മന്ദിരങ്ങളിൽ ഒന്നും കാണാൻ കിട്ടുകയല്ലാത്ത ഒരു സംഗതിയാണ് ഈ വരാന്ത. പണ്ടുകാലങ്ങളിലെ വീടുകളിൽ ചതുരാകൃതിയിൽ മുൻവശത്ത് ഒരു വരാന്തയുണ്ടാകും. അരഭിത്തിയായിരിക്കും. ഈ അരഭിത്തിയിൽ കയറിയിരുന്ന് അയൽവക്കത്തുള്ളവരും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് വർത്തമാനം പറഞ്ഞ് ഇരിക്കും. കാറ്റും കൊള്ളാം, വർത്തമാനവും പറയാം. സ്കൂളുകളിലാകട്ടെ നീളൻ വരാന്തകളിൽ കുട്ടികൾക്ക് നന്നായി ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടാകും. ഓഫീസ് മന്ദിരങ്ങളിലാകട്ടെ ഓഫീസുകളിൽ പലവിധ കാര്യങ്ങൾക്കായി വരുന്ന ആൾക്കാർക്ക് കാത്തിരിപ്പിനുള്ള കേന്ദ്രങ്ങളാണ് ഈ വരാന്തകൾ. ഒന്നുകിൽ അരഭിത്തിയിൽ കയറിയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിരിക്കുന്ന നീളൻ ബെഞ്ചുകളിൽ കയറിയിരിക്കും. അങ്ങനെ എത്ര നേരം വേണേലും ഇരുന്ന് കാത്തിരുന്നിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു പോവുക. ഇതൊക്കെയാണ് ഈ വരാന്തകളുടെ ആവശ്യം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രൗഢഗംഭീരമായ വരാന്തയെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഒരു വരാന്ത ഞാൻ ആദ്യമായി കണ്ടത് മുംബൈ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിലാണ്. മുംബൈയിലെ കെട്ടിടങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. VT സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അടക്കം. റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുകയില്ല. കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു ഭീമാകാരമായ ഒരു കെട്ടിടമാണ് അത്. അതുപോലെ തന്നെയുള്ള ഒരു കെട്ടിടമാണ് മുംബൈ യൂണിവേഴ്സിറ്റി. അവിടെ പഠിക്കുന്ന കാലത്ത് മുംബൈ യൂണിവേഴ്സിറ്റി എന്തോ ആവശ്യത്തിന് എനിക്ക് പല ദിവസങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോയി കാത്തിരിക്കുന്ന സ്ഥലമാണ് വരാന്ത. വരാന്ത എന്ന് പറഞ്ഞാൽ പ്രൗഢഗംഭീരമായ വരാന്ത. വലിയ വീതിയും വലിയ നീളവുമുള്ള വരാന്ത. അതിൻ്റെ അരഭിത്തി ആകട്ടെ അത് തന്നെ വലിയ ഒരു വീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുക. തറയോടുകൾ പാകിയിരിക്കുന്ന തറയാണ്. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നുമല്ല. തറയോടുകൾ പാകിയ തറയ്ക്ക് ഒരു പ്രത്യേകമായ തണുപ്പുണ്ട്. തണുപ്പും കൊണ്ട് അത് മിനുസം ഉള്ളതല്ല. അതിനാൽ തന്നെ തെന്നി വീഴാനുള്ള സാഹചര്യം ഇല്ല. പഴയകാല കെട്ടിടങ്ങളിൽ മാത്രമേ ഈ തറയോടുകൾ കാണാറ് പതിവുള്ളൂ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ കോളേജായ CMS കോളേജിലും ഇതുപോലെയുള്ള വരാന്തകളും തറയോടുകൾ പാകിയ കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. ഒരു പ്രത്യേകമായ അനുഭൂതിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ. പ്രകൃതിയോട് കൂടുതലായി ഇണങ്ങി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അത്. നമ്മളൊരു കെട്ടിടത്തിനുള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ള ഭീതി, ഒരു അനുഭവം നമ്മൾക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി നല്ല വിശാലമായ സ്ഥലത്ത് നല്ല സുഖസൗകര്യത്തിൽ തണുപ്പ് കൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നു. ഇതാണ് ഇതുപോലെയുള്ള വരാന്തകൾക്കുള്ള പ്രത്യേകത.
അപ്പോൾ മുംബൈയിൽ ഉള്ള താമസമെല്ലാം മാറി ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോചിക്കുമായിരുന്നു ആ മുംബൈയിലെ കെട്ടിടങ്ങളെ പറ്റി. ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിൽ പോയി നിന്ന കാലമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിചാരിതമായി എനിക്ക് അങ്ങനെ ഒരു വരാന്തയിൽ പോയി ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് കോട്ടയം കലക്ട്രേറ്റിലാണ്. കോട്ടയം കലക്ട്രേറ്റിലെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് പോയി ഇരിക്കുന്ന ഓഫീസിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പോകണമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് അവിടുത്തെ വരാന്ത ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ കണ്ടതുപോലെയുള്ള വരാന്തയാണല്ലോ എന്നെനിക്ക് ഓർമ്മയുണ്ടായത്. ഓർമ്മ മാത്രമല്ല, പല ദിവസങ്ങളിലായി ഞാൻ അവിടെ പോകേണ്ടി വന്നു. അവിടെ നല്ല വിശാലമായ സ്ഥലത്ത് വളരെ വീതിയിലുള്ള അരഭിത്തിയോട് ചേർന്ന ഒരു വരാന്ത, തറയോട് പാകിയതല്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മരങ്ങളും പ്രകൃതിയും നന്നായി കാണാൻ സാധിക്കുന്ന, നന്നായിട്ട് കാറ്റു അടിക്കുന്ന വളരെ വിശാലമായ വരാന്ത. നീളൻ ബെഞ്ചുകൾ ഒക്കെ ഇഷ്ടംപോലെ നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് ഇരുന്ന് വിശ്രമിക്കാം. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഓഫീസ് ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്, ഓഫീസുകളിൽ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ മനസ്സിലുണ്ട് എങ്കിൽ തന്നെയും വളരെ റിലാക്സായി പുറത്തേക്ക് നോക്കി ഇരിക്കാൻ, നല്ല സുഖകരമായി പുറത്തേക്ക് നോക്കി ഇരിക്കാൻ സാധിക്കുന്നു ഇതുപോലെയുള്ള വരാന്തകൾ. അങ്ങനെ അത് സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും സന്തോഷവും എനിക്കുണ്ടായി. കാരണം ഞാൻ മുംബൈ വിട്ട് വന്നു കഴിഞ്ഞ് കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നെനിക്ക് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു സാഹചര്യവും സന്തോഷവും ആയിരുന്നു അത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഓർമ്മ നിൽക്കുന്നു. ഒരു പക്ഷേ കോട്ടയം കലക്ട്രേറ്റ് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ആയതിനാലായിരിക്കും അങ്ങനെ ഒരു വരാന്ത അവിടെ നിലനിൽക്കുന്നത്. വീണ്ടും കാണാം ഇതുപോലെയുള്ള വിശേഷങ്ങളുമായി. നമസ്കാരം.